ഈ അവസ്ഥയിൽ നമുക്ക് ആര് പറയുന്നതും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പം ട്രംപിനെ പോലെ ഇപ്പം വീണ്ടും പറയുന്നു, ശ്രീനിവാസ സാർ എത്രയോ കാലത്തെ അന്താരാഷ്ട്ര ഉള്ള ഒരാളാണ്. ഇതുപോലെ വാക്കിന് സ്ഥിരതയില്ലാത്ത എത്ര രാഷ്ട്ര നേതാക്കളെ സാറ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ നീണ്ട കരിയറിൽ ഇതുപോലെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത, പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുത്ത അയാൾക്ക് അന്നേരം തോന്നുന്നതങ്ങ് പറയുകയാണ്. അതായിരിക്കില്ല പിന്നെ ഉച്ചയ്ക്ക് പറയുക, പിന്നെ വൈകുന്നേരം വേറൊന്ന് പറയുക. ഇങ്ങനെ വാക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന, പറയുന്ന ഒരു വാക്കിന് ഇപ്പം ട്രംപ് എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ വലിയൊരു തമാശയായി മാറിയിരിക്കുകയാണ്. ഏറ്റവും ഇന്ന് ഇന്ന് എന്താണ് ഇന്റർനാഷണൽ സർക്കിളിൽ ഹി ബിക്കേം എ ലാഫിംഗ് സ്റ്റോക്ക്. ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ നിവർത്തിയില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് ദ പ്രസിഡന്റ് ഓഫ് ദ ലാർജസ്റ്റ് നേഷൻ ഇൻ ദ വേൾഡ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ, നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. ഇനി അടുത്ത ഒരു 2.5 വർഷം കൂടെ ഈ സാധനത്തിനെ അമേരിക്കൻ ജനതയിൽ ലോകവും സഹിച്ചേ പറ്റുള്ളൂ. അപ്പം ഇതേപോലെ തന്നെയാണ്, മറുവശത്ത് തന്നെയാണ് ഈ ഇറാന്റെ കാര്യം തന്നെയാണ്. എങ്ങനെ ഇവരെ വിശ്വസിക്കും? അതായത് ഒന്നുകിൽ പറയുന്ന വാക്കിനോട്, ഒരു കോസിനോട്, അന്താരാഷ്ട്ര സമൂഹത്തോട്, മാനവരാശിയോട്, ഇവരോടൊക്കെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളവരായിരിക്കണ്ട ഇവരൊക്കെ. അങ്ങനെയുള്ളവർ പറയുന്നതല്ലേ വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഇപ്പോൾ ഇറാനും പറഞ്ഞിട്ടുണ്ട്, മറ്റു പല രാജ്യങ്ങളും പറയുന്നു, ഇതിൻ്റെ അകത്ത് ഏറ്റവും ശക്തമായി ഇടപെടാൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് എന്നുള്ളത്. എന്തുകൊണ്ട് ഇന്ത്യ ഇത് ചെയ്യുന്നില്ല എന്നുള്ളത്. എങ്ങനെ ചെയ്യും? ഈ സാധനങ്ങളെ എങ്ങനെ വിശ്വസിക്കും? എന്ത് വിശ്വസിച്ച് ഇവരെ ഇപ്പം പാകിസ്ഥാൻ പോയി ഇടപെട്ടു, പാകിസ്ഥാനിൽ വന്ന് ചർച്ചയൊക്കെ നടത്തി മധ്യസ്ഥത വഹിച്ചു, എന്ത് ഫലമുണ്ടായി? അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല.